നിങ്ങളൊരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രെയിമിൽ ഒരു തോക്ക് തൂക്കിയിട്ടിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സ് ആവുന്നതിന് മുൻപേ ആ തോക്ക് പൊട്ടിയിരിക്കണം. ലോകപ്രശസ്തമായിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് ടെക്നിക്കാണിത്. റഷ്യൻ എഴുത്തുകാരനായ ആൻറ്റൺ ചെക്കോവിൻ്റെതാണ് ഈ തിയറി. ലോക സിനിമയിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ഫിലിം മേക്കിംഗ് ടെക്നിക്കിന് ചെക്കോവ്സ് ഗൺ എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള വിവരണം വലിയ രീതിയിലൊന്നും ആവശ്യമില്ല. കാരണം ഒരുവിധപ്പെട്ട എല്ലാ സിനിമ ആസ്വാദകർക്കും ചെക്കോവ്സ് ഗൺ സുപരിചിതമാണ്. ഒരു സിനിമ ആസ്വാദകനെ പല കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പ്രേരിപ്പിച്ച് അതെല്ലാം വിഷ്വലി ഡെലിവർ ചെയ്തതിന് ശേഷം കഥാന്ത്യത്തിൽ ആ സീനുകൾക്കും ഷോട്ടുകൾക്കും ഒന്നും യാതൊരു പ്രാധാന്യവുമില്ലാതെ പോയാൽ പ്രേക്ഷകന് ഒരു തരത്തിലും അത് സാറ്റിസ്ഫൈങ് ആവില്ല. ഇതുകൊണ്ട് തന്നെ പല സിനിമകളും പരാജയപ്പെട്ടിട്ടുള്ളതുമാണ്. എന്നാൽ സിനിമയുടെ സീനുകളിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കാണിക്കേണ്ടി വന്നാൽ അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാവണം. പ്രേമലുവിലെ പെപ്പർ സ്പ്രേയും മഞ്ഞുമൽ ബോയ്സിലെ വടം വലിയുമൊക്കെയാണ് ചെക്കോവ്സ് ഗണ്ണിൻ്റെ ഉദാഹരണങ്ങളായി ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിനു മുൻപ് മലയാളത്തിൽ ഈ ടെക്നിക്ക് പരീക്ഷിച്ചിട്ടുള്ള സിനിമകളെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മോളിവുഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 50 കോടി റെക്കോർഡിട്ട ദൃശ്യം എന്ന സിനിമ നമുക്കേറെ പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു. യുവാക്കൾ മുതൽ മുതിർന്നവർ വരെ വളരെയധികം ആസ്വദിച്ച ഒരു സിനിമ കൂടിയാണ് ദൃശ്യം. ത്രില്ലർ സിനിമകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള സംവിധായകൻ ജിത്തു ജോസഫ് തൻ്റെ പതിവ് ത്രില്ലർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാധാരണ കുടുംബത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കഥ പറഞ്ഞു പോകുന്ന ദൃശ്യം മുഴുവനായി ഈ പറഞ്ഞ തിയറിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് എത്ര പേർക്കറിയാം. അതായത് കഥയുടെ തുടക്കം മുതൽ പുതിയ പോലീസ് സ്റ്റേഷൻ്റെ പണിയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും സിനിമയുടെ പലയിടങ്ങളിലായി കാണിച്ചിരിക്കുന്നതായി കാണാം. അവസാനം ആ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഒരു പ്രധാന ഘടകമായി പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ 2018 അമൽ നീരദ് സംവിധാനം ചെയ്ത വരത്തനിലും ഇതേ തിയറി തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രിയ തൻ്റെ ഭർത്താവായ എബിനോട് പപ്പയുടെ പഴയ സ്റ്റോർ റൂം കാണിക്കുന്ന സമയത്ത് അവിടെ വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളെയും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഡബിൾ ബാരൽ തോക്ക് മുതൽ സാധാരണ ബലൂൺ വരെ ഉൾപ്പെട്ടിരിക്കുന്നു. ക്ലൈമാക്സിൽ വില്ലന്മാരോട് ഫൈറ്റ് ചെയ്യാൻ എബിന് സഹായകമായി മാറുന്നത് ഇതേ വസ്തുക്കൾ തന്നെയാണ്. ഹെലൻ സിനിമയിലെ സെക്യൂരിറ്റിയുടെ ചിരി, അഞ്ചാം പാതിരയിൽ ബെഞ്ചമിൻ ലൂയിസിൻ്റെ പുസ്തകത്തെ പറ്റിയുള്ള പരാമർശം, മിന്നൽ മുരളിയിലെ ടെലികൈനസിസ് ടെസ്റ്റ് ചെയ്യുന്ന സീനിൻ്റെ അവസാനം ഒരു ചെറിയ കല്ല് താഴെ വീഴുന്ന സീനൊക്കെ ചെക്കോവ്സ് ഗണ്ണിൻ്റെ ഉദാഹരണങ്ങളായി നമുക്ക് പറയാൻ സാധിക്കും. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്ന് പ്രേക്ഷകന് തോന്നിക്കുന്ന രീതിയിൽ കാണിച്ചു പോകുന്ന പല കാര്യങ്ങളും കഥയുടെ ദിശാഗതി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ വരുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുതുതലമുറ മാത്രമല്ല, മുൻപും സംവിധായകർ ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് വന്നിട്ടുള്ള സിനിമകൾ ധാരാളമുണ്ട്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് റൺവേ എന്ന ജോഷി ചിത്രത്തിൽ ഉണ്ണി തൻ്റെ അനുജനായ ബാലുവിന് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് അടിച്ചു കൊടുക്കുന്ന സീൻ. ഓരോ മണിക്കൂറിലും മ്യൂസിക്കൽ അലാറം അടിക്കുന്ന ഫീച്ചർ കണ്ട ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഏട്ടൻ്റെ കയ്യിൽ നിന്നും ആ വാച്ച് വാങ്ങി ഉപയോഗിക്കുന്ന ബാലുവിൻ്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണമാകുന്നത് ഇതേ വാച്ചിൻ്റെ അലാറം തന്നെയാണ്. അതുപോലെ മീശ മാധവനിലെ മുള്ളുമുരുക്കിൽ കൈകൊണ്ട് മുറിഞ്ഞ കാര്യം മുള്ളാണി പപ്പനോട് മാധവൻ പറയുന്ന സീനും ഇതിനുദാഹരണമായി കൂട്ടാം. പണ്ടുകാലം തൊട്ട് ഫോറിൻ സിനിമകളിലൊക്കെ മാൻഡേറ്ററി ആയി ഉപയോഗിച്ചിരുന്ന ചെക്കോവ്സ് ഗൺ മോളിവുഡിൽ പരീക്ഷിച്ച് തുടങ്ങിയിട്ട് അധികം കാലമൊന്നുമായിട്ടില്ല. ഇതുപോലെ നിങ്ങൾക്ക് തോന്നിയ ഈ തിയറി ഉപയോഗിച്ചിട്ടുള്ള മലയാളം സിനിമകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ?